ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു സ്പൈസി ക്രീമി ചീസി പാസ്ത റെസിപ്പി കണ്ടാലോ? കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത വേവിക്കാൻ ആർക്കും പഠിപ്പിക്കേണ്ടല്ലോ. അതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ട് അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. എന്നാലേ സവാള നന്നായി വാടി വരുള്ളൂ. സവാള വാടി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. നമ്മളിതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സ്പൈസി ചീസി ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ ക്രീം റെഡിയാക്കാം കേട്ടോ. അതിനായി കുറച്ച് ബട്ടർ ചേർത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കട്ടകൾ പോലും ഇല്ലാതെ നന്നായിട്ട് മൈദ മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റേത് ഇവിടെ കുറച്ച് കട്ട പിടിച്ച് പോയി. നിങ്ങൾ ആദ്യം തന്നെ സൂക്ഷിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രീം റെഡിയാക്കാൻ പറ്റും കേട്ടോ. കട്ട പിടിച്ചതുകൊണ്ട് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇത് ക്രീം പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായി കട്ടകളൊക്കെ മാറി നല്ല ക്രീമായി കിട്ടും കേട്ടോ. ഞാനിവിടെ എല്ലാ പാലും ഒഴിച്ചിട്ട് ക്രീമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അതായത് ഞാൻ സ്പൈസി എന്ന് പറഞ്ഞല്ലോ, ഞാനിവിടെ ഇതിന് ഷെസ്വാൻ സോസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഷെസ്വാൻ സോസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ക്രീമി ആയി കിട്ടാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അധികം ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ക്രീമിയായി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിലോട്ട് പാസ്ത ചേർത്തിട്ട് മിക്സ് ചെയ്തു കേട്ടോ. പാസ്തയും ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്. എന്നാലേ ഇത് നന്നായി മിക്സായി കിട്ടുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ക്രീമി ചീസി സ്പൈസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന്. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി പാസ്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.